way of the cross. തൻ്റെ ഏകജാതന് നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. കുരിശിൻ്റെ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിക്ക് നൽകിയ പ്രക്രിയയാണ്. ആ പ്രക്രിയയുടെ പേരാണ് കുരിശിൻ്റെ വഴി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ കുരിശിൻ്റെ വഴിയിലും നമ്മൾ അനുഭവിക്കുക ദൈവത്തിൻ്റെ അനന്യമായ സ്നേഹമാണ്. ദൈവം തന്നെ ഈ ഭൂമിക്കുള്ള ഓരോ വ്യക്തിക്കും നൽകിയതിൻ്റെ ലാവണ്യവും ഛന്ദസ്സും ഒക്കെ ഈ കുരിശിൻ്റെ വഴിയിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. കുരിശിൻ്റെ പാതയിൽ കണ്ണീരുമായി പാപികൾ ഞങ്ങൾ വരുന്നു. നെഞ്ചോടു ചേർത്തൊരാ മരക്കുരിശിൻ സഹനത്തിൽ പങ്കുചേർന്നിടാൻ നിൻ കാൽപ്പാടു പുൽകി അനുതാപമോടെ വന്നിടാം. നിൻ ഘോര സഹനങ്ങൾ ധ്യാനിക്കുവോരിൽ വരദാനമാരി നീ ചൊരിയൂ. കുരിശിൻ്റെ പാതയിൽ കണ്ണീരുമായി ഞങ്ങൾ വരുന്നു. നെഞ്ചോടു ചേർത്തൊരാ മരക്കുരിശിൻ സഹനത്തിൽ പങ്കുചേർന്നിടാൻ. പ്രാരംഭ പ്രാർത്ഥന. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ മിശിഹായെ, മനുഷ്യരുടെ പാപങ്ങൾ പരിഹാരമായി ഗാഗുൽത്താ മലയിൽ അങ്ങ് രക്തം ചിന്തി സമർപ്പിച്ച ദിവ്യബലിയിൽ ആത്മന പങ്കുകൊള്ളുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ശിരസിൽ മുൾമുടി ധരിച്ചും തോളിൽ കുരിശും വഹിച്ച് അങ്ങ് ഗാഗുൽത്താലേക്ക് പോയ ആ വഴിയിൽ അങ്ങേ ദിവ്യമാതാവിനൊത്ത് ഞങ്ങൾ അങ്ങേ അനുഗമിക്കുന്നു. മാനസികമായ അങ്ങയുടെ ക്ലേശങ്ങൾക്കും ശാരീരികമായ അങ്ങയുടെ പീഡാസനങ്ങൾക്കും ഞങ്ങളുടെ പാപങ്ങളാണല്ലോ കാരണം. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ഓർത്ത് ഞങ്ങൾ മനസ്തപിക്കുന്നു. ഇനിമേൽ പാപം ചെയ്ത് അങ്ങ് വേദനിപ്പിക്കുകയില്ലെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. അനുദിന ജീവിതത്തിലെ ക്ലേശങ്ങളാവുന്ന കുരിശും വഹിച്ചുകൊണ്ട് അങ്ങയുടെ പിന്നാലെ വരുവാനും ജീവിത ബലി പൂർത്തിയാകുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവേ, കുരിശനായ കർത്താവിൻ്റെ മുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 2000 പരം വർഷങ്ങൾക്ക് മുമ്പ് മരണത്തിന് വിധിക്കപ്പെട്ട ക്രിസ്തു ഇന്നും മരണത്തിന് വിധിക്കപ്പെടുകയാണ്. നാളെയും അവിടുന്ന് മരണത്തിന് വിധിക്കപ്പെടും. അവനെ ക്രൂശിക്കുക എന്ന വിലയ്ക്ക് വാങ്ങപ്പെട്ട ഭൂരിപക്ഷ നിലവിളിക്ക് മുമ്പിൽ നിയമപാലകർ പോലും സ്വാധീനിക്കപ്പെട്ട് ലോകത്തിലെ ഏറ്റവും വലിയ അന്യായ വിധി നടക്കുകയാണ്. ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈകഴുകി നിസ്സംഗതയുടെ വലിയ പ്രതീകമായ പീലാത്തോസ് മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ ഇടപെടാതിരിക്കുന്നത് കൊണ്ട് നീതിമാനാണ് എന്ന് കരുതുന്നത് ലോകത്തിലെ വലിയ അന്യായമായിരുന്നു. ആഗോളീകരണത്തിൻ്റെയും മുതലാളിത്ത വ്യവസ്ഥിതിയുടെയും ഒക്കെ മൂല്യങ്ങൾ ഇന്ന്
ഭോഗത്തിൻ്റെ വലിയ പ്രതീകമായി മാറുമ്പോൾ ഇവിടെ നിന്ന് വിധിക്കപ്പെടുന്നത് പാവപ്പെട്ടവനാണ്, ദരിദ്രനാണ്. കുഞ്ഞാടിൻ മരണത്തിൻ വിധിവാചകം യൂദയായിൽ നിന്നുയർന്നു. അപരാധമന്നേറെ ആരോപിച്ച് വിധിയാളനും വിധിയേകി. ധരം തുറന്നു നീ കുഞ്ഞേ, വഞ്ചനയോ നാവിൽ ജനിച്ചു. തിന്മയ്ക്കായ ധരം തുറന്നു നീ കുഞ്ഞേ, വഞ്ചനയോ നാവിൽ ജനിച്ചു. സ്തുതി പാടുവാൻ തന്ന നാവിൻ്റെ പിഴകൾ നാവാലിന്നിവരേറ്റു പറയാം. സ്തുതി പാടുവാൻ തന്ന നാവിൻ്റെ പിഴകൾ നാവാലിന്നിവരേറ്റു പറയാം. കുഞ്ഞാടിൻ മരണത്തിൻ വിധിവാചകം യൂദയായിൽ നിന്നുയർന്നു. അപരാധമന്നേറെ ആരോപിച്ച് വിധിയാളനും വിധിയേകി. ഒന്നാം സ്ഥലം ഈശോ മിശിഹായെ മരണത്തിന് വിധിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വേണ്ടി രക്ഷിച്ചു. സർവശക്തനായ കർത്താവെ, നിർദോഷിയായിരുന്നിട്ടും ഒരു പാതകിയെപ്പോലെ പീലാത്തോസിൻ്റെ മുൻപിൽ അവഹേളനായി നിർത്തപ്പെട്ട അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. അനുദിന ജീവിതത്തിൽ ഞങ്ങൾക്കെതിരായി മറ്റുള്ളവർ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന എല്ലാ തിന്മകളെയും ക്ഷമാപൂർവം സഹിക്കുവാനും ഞങ്ങളുടെ പാപ പരിഹാരത്തിനായി അവ വിനയപൂർവം അങ്ങേക്ക് കാഴ്ചവെക്കുവാനുമുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിലും പതിപ്പിച്ചുറപ്പിക്കണമേ. പാപികളായ നമുക്ക് വേണ്ടി ഭാരമേറിയ കുരിശും വഹിച്ചുകൊണ്ട് ഈശോ ഗാഗുൽത്താ മലയിലേക്ക് നടന്ന് നീങ്ങുന്ന സ്ഥലമാണ് രണ്ടാം സ്ഥലം. ഫ്രാൻസിസ് മാർപ്പാപ്പ സുവിശേഷത്തിൻ്റെ ആനന്ദം എന്ന പുസ്തകത്തിൽ പറയുന്നു, പാർപ്പിടമില്ലാതെ പ്രായാധിക്യമുള്ള ഒരാൾ വഴിയരിയിൽ മരിച്ചു വീഴുന്നത് വാർത്തയാകാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സ്റ്റോക്ക് മാർക്കറ്റിൽ 2 പോയിൻ്റ് കുറയുമ്പോൾ അത് വലിയ വാർത്തയാകുന്നതും എന്തുകൊണ്ടാണ്? ഇന്ന് തഴയപ്പെടുന്ന ഒരു സംസ്കാരത്തിലാണ് നാം ജീവിക്കുന്നത്. വേദനകൾ തഴയപ്പെടണം, കുരിശുകൾ ഇല്ലാതാവണം. അങ്ങനെയുള്ള ഒരു സംസ്കാരത്തിൽ ഈശോ കുരിശ് തഴയപ്പെടാതെ സ്വയം ചുമലിൽ വഹിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ജീവിതത്തിൽ സത്യത്തിനു വേണ്ടി, സ്നേഹത്തിനു വേണ്ടി, ദൈവ പദ്ധതിയുടെ ആവിഷ്കാരത്തിന് വേണ്ടി കുരിശുകൾ വഹിക്കുവാൻ നാം തയ്യാറാവണം. പെയിൻ കില്ലേഴ്സ് ഉപയോഗിക്കുന്നത് പോലെ കുരിശുകൾ വേണ്ട എന്ന് പറഞ്ഞ് കുരിശിൽ നിന്ന് ഓടി ഒളിക്കുന്ന ഒരു മനോഭാവമാവരുത് നമുക്കുണ്ടായിരിക്കേണ്ടത് എന്നും ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നാഥന്റെ തോളിലായി മാലോകർ തൻ പാപത്തിൻ മരക്രൂശു വച്ചു. ഓശാന വിളി കേട്ട വഴിത്താരകൾ
താരയിൽ നിന്നിതനായി നാഥൻ നടന്നു. നിന്റെ കുരിശും വഹിച്ച് എൻ വഴിയെ എന്നും വരേണം. നിരത്തക്കാൽ പാടു പിഞ്ചെന്നു ഞങ്ങൾ കുരിശേന്തി അണയാൻ നീ കനിയൂ. നാഥന്റെ തോളിലായി മാലോകർ തൻ മരക്രൂശു വച്ചു. ഓശാന വിളി കേട്ട വഴിത്താരയിൽ നിന്നിതനായി നാഥൻ നടന്നു. രണ്ടാം സ്ഥലം ഈശോ മിശിഹ കുരിശു ചുമയ്ക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വേണ്ടി രക്ഷിച്ചു. ഭൂലോക രക്ഷകനായ മിശിഹായെ, ഞങ്ങളുടെ പാപങ്ങൾ അങ്ങയ്ക്കായി സജ്ജമാക്കിയ ഭാരമേറിയ കുരിശും വഹിച്ചുകൊണ്ട് സന്തോഷപൂർവം അങ്ങ് ഗാഗുൽത്താമല കയറിയല്ലോ. ഞങ്ങളുടെ ജീവിതവും കുരിശും നിറഞ്ഞതുമായി തോന്നുമ്പോൾ ഭയപ്പെടാതെ അങ്ങയുടെ മാതൃകയെ പിൻചൊന്ന് കുരിശുകളെ സന്തോഷപൂർവം ഏറ്റെടുക്കുവാനും ജീവിതബലി പൂർത്തിയാക്കുവാനുമുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിലും പതിപ്പിച്ചുറപ്പിക്കണമേ. കുരിശിൻ്റെ വഴിയിലെ മൂന്നാം സ്ഥലത്ത് ഭാരമേറിയ കുരിശുമായി യേശു വീഴുകയാണ്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നതുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. യേശുവിൻ്റെ ഹൃദയം അനുകമ്പയുടെ ഹൃദയമാണ്. യേശു വീണത് നമുക്ക് വേണ്ടിയാണ്. യേശു വേദന സഹിച്ചത് നമുക്ക് വേണ്ടിയാണ്. യേശു ഭാരമേറിയ കുരിശു വഹിച്ചത് നമുക്ക് വേണ്ടിയാണ്. അവിടുന്ന് മരിച്ചത് നമുക്ക് വേണ്ടിയാണ്. ഉദ്ധിതനായ യേശു പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. നമ്മുടെ വീഴ്ചകൾ അത് വീഴാനുള്ളതല്ല, വീഴ്ചയിൽ നിന്നും കയറാനുള്ളതാണ്. ജീവിതത്തിലെ ഭാരങ്ങൾ ക്ലേശങ്ങളാകാം, പ്രലോഭനങ്ങളാകാം, പാപങ്ങളാകാം. നാം വീണുപോയാലും ചാടി എഴുന്നേൽക്കുക. വീഴുക മാനുഷികമാണ്, എങ്കിൽ എഴുന്നേൽക്കുക അത് ദൈവീകമാണ്. കർത്താവ് വീണ്, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി വീണ് ചാടി എഴുന്നേറ്റ് ഉദ്ധിതനായി എങ്കിൽ ഈ അവസരത്തിൽ നമുക്കും പ്രാർത്ഥിക്കാൻ, തമ്പുരാനെ, വീഴ്ചകളിൽ നിരാശയോടുകൂടി വീഴാതെ ആശയോടെ പ്രത്യാശയോടുകൂടെ നല്ല ജീവിതം നയിക്കാനുള്ള ശക്തി തന്ന് കരകയറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മാലോക പാപത്തിൻ വൻ ക്രൂശുമായി തിരുനാഥൻ തളർന്നു വീഴുന്നു. കൂർത്ത കല്ലിൽ മേനി മുറിവേൽക്കവേ ചാട്ടവാറുയർന്നു താഴുന്നു.
പാപത്തിൻ കടലിൽ കാണപ്പോളാരും തുണയില്ലാതേകനായി നാഥൻ മുറിവേറ്റു വീഴുമ്പോൾ ഇവരെ ഉയർത്തു ക്ഷതമേറ്റ നിൻ കൈകളാലേ മാലോക പാപത്തിൻ വൻ ക്രൂശുമായി തിരുനാഥൻ തളർന്നു വീഴുന്നു ഓർത്ത കല്ലിൽ മേനി മുറിവേൽക്കവേ ചാട്ടവാറുയർന്നു താഴുന്നു. മൂന്നാം സ്ഥലം ഈശോ മിശിഹ ഒന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വേണ്ടി രക്ഷിച്ചു. ദിവ്യരക്ഷകനായ മിശിഹായെ ശാരീരികമായ ക്ഷീണത്താലും കുരിശിൻ്റെ ഭാരത്താലും നിലത്ത് വീണ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾക്ക്, വിശിഷ്യ വിചാരത്താൽ ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾക്ക് മോചനം നൽകുകയും മേലിൽ ആത്മീയമായ വീഴ്ചകൾ കൂടാതെ നിർമ്മലരായി ജീവിക്കുവാനുള്ള അനുഗ്രഹം നൽകുകയും ചെയ്യണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിലും പതിപ്പിച്ചുറപ്പിക്കണമേ. പരിശുദ്ധ അമ്മയെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടുന്ന രംഗമാണ് നാലാം സ്ഥലത്ത് നാം ധ്യാനിക്കുക. മനുഷ്യകുലത്തിൻ്റെ രക്ഷാർത്ഥം ഈശോ ഭാരമേറിയ കുരിശും ചുമന്നുകൊണ്ട് കാൽവരിയിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. യാത്രാമധ്യേ പരിശുദ്ധ അമ്മ മകനെ തേടി വരുന്നു. ഇരുവരുടെയും ആ കണ്ടുമുട്ടൽ സ്നേഹം തന്നെയായ ദൈവത്തിൻ്റെ സാന്നിധ്യവും കരുതലും വെളിവാക്കുന്ന ഒന്നായിരുന്നു. സ്നേഹമയിയായ അമ്മയുടെ സാന്നിധ്യം ഈശോയെ ഏറെ ശക്തിപ്പെടുത്തി. രണ്ടുപേരും ദൈവോന്മുഖമായിട്ട് ചരിച്ചുകൊണ്ടിരുന്ന വ്യക്തിത്വങ്ങളാണ്. പിതാവിൻ്റെ ഹിതം നിർവഹിക്കുന്നതിൽ ഇരുവരും ഏറെ ബദ്ധശ്രദ്ധരായിരുന്നു. വേദനകൾ സഹിക്കേണ്ടി വരുമ്പോഴും നിരുത്സാഹപ്പെട്ടു പോകാതിരിക്കുവാൻ ഇരുവരും പരസ്പരം ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നു. വ്യഥയിൽ പിടഞ്ഞേവം ഓടിയെത്തി വാത്സല്യ കടലാകുമമ്മ ഒരു വാക്കുമുരുവിടാനാവാതെ തൻ മാതാവിനെ നോക്കി മകനും പുത്ര നിന്നാത്മനോവിൻ്റെ ആഴം രുധിരത്തിൽ നനയുന്ന നിൻ രൂപമിന്ന് കാണുവാൻ വയ്യ എൻ മകനെ രുധിരത്തിൽ നനയുന്ന നിൻ രൂപമിന്ന് കാണുവാൻ വയ്യ എൻ മകനെ വ്യഥയിൽ പിടഞ്ഞേവം ഓടിയെത്തി വാത്സല്യ കടലാകുവന്ന ഒരു വാക്കുമുരുവിടാനാവാതെ തൻ മാതാവിനെ നോക്കി മകനും. നാലാം സ്ഥലം ഈശോ മിശിഹ തന്റെ മാതാവിനെ കാണുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വേണ്ടി രക്ഷിച്ചു. അവഹേളിതനായ ദിവ്യരക്ഷക, മുൾമുടി ശിരസിലേന്തിയും
ഭാരമേറിയ കുരിശ് തോളിൽ വഹിച്ചും അങ്ങ് നടത്തിയ അന്തിമയാത്രയിൽ അങ്ങ് ദിവ്യമാതാവിനെ ദർശിച്ച രംഗം എത്രയോ വേദനാജനകം. കർത്താവെ, കണ്ണുകളുടെ തെറ്റായ ഉപയോഗം നിമിത്തം ഞങ്ങൾ ചെയ്തു പോയ നിരവധിയായ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. എപ്പോഴും മറ്റുള്ളവരിൽ അങ്ങയെ കാണുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിലും പതിപ്പിച്ചുറപ്പിക്കണമേ. കുരിശിൻ്റെ വഴിയിലെ 5-ാം സ്ഥലം, ശിമയോൻ ഈശോയെ സഹായിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം. ദൈവം തമ്പുരാൻ തൻ്റെ ഏകപുത്രനായ യേശുവിനെ ലോകത്തിന് വേണ്ടി നൽകാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ശിമയോന് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരം ഈശോയുടെ കൂടെ നടക്കുവാൻ സാധിച്ചു. തോളോട് തോളുരുമി ദൈവിക സ്പർശനമേറ്റ് ശിമയോൻ ഈശോയുടെ കൂടെ നടന്നപ്പോൾ സ്വർഗീയമായ അനുഭവം. ശിമയോൻ്റെ ജീവിതത്തിലേക്ക് നോക്കുക. വലിയൊരു മാനസാന്തരം, വലിയൊരു മാറ്റമാണ് ഇവിടെ കാണുന്നത്. കെവറിങ്കാനായ മനുഷ്യൻ, അലക്സാണ്ടറിൻ്റെയും റോപ്പോസിൻ്റെയും പിതാവ്, ഈശോയെ സഹായിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് അവൻ അറിയപ്പെടുന്നത് ഈശോയെ സഹായിച്ചവൻ, ഈശോയുടെ രക്ഷണകൃത്യത്തിൽ കൂട്ടുനിന്നവൻ, ദൈവത്തെ സഹായിച്ചവൻ. നമ്മളും എല്ലാവരും വിളിക്കപ്പെടുന്നത് ഈ വലിയൊരു ദൗത്യത്തിലേക്കാണ്, ദൈവത്തെ സഹായിക്കുക. ഈശോ പറയുന്നു, ഈ ചെറിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. നമ്മുടെ ഈ ലോകം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഒത്തിരി പേരെ സഹായിക്കാനുള്ള ജീവിതമായിട്ട് നമ്മളെല്ലാവരെയും കാണുക. ചുമലിലെ വൻഭാരം പങ്കുവയ്ക്കാൻ തൻ തോളു നൽകുന്നു ശിമയോ. ദൈവപുത്ര നീയോ സ്വീകരിപ്പൂ, എളിയവരിവർ തൻ സഹായം. താങ്ങുവാൻ വന്ന മനുജന്റെ ജന്മമോ സഫലം. സഹജരിൽ സഹനങ്ങൾ കാണുമ്പോൾ ഞങ്ങൾ ശിമയോനായി കടന്നു ചെന്നിടാം. ചുമലിലെ വൻഭാരം പങ്കുവയ്ക്കാൻ തോളു നൽകുന്നു ശിമയോ. ദൈവപുത്ര നീയോ സ്വീകരിപ്പൂ, എളിയവരിവർ തൻ സഹായം. അഞ്ചാം സ്ഥലം, ഈശോ മിശിഹായെ ശിമയോൻ സഹായിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വേണ്ടി രക്ഷിച്ചു. പരിത്യക്തനായ ദിവ്യനാഥ, ഭാരമേറിയ കുരിശും വഹിച്ചുകൊണ്ട് അങ്ങ് നടത്തിയ വേദന നിറഞ്ഞ യാത്രാമധ്യേ അങ്ങയെ സഹായിക്കുവാൻ അവസരം ലഭിച്ച ശിമയോൻ അനുഗ്രഹീതനാണല്ലോ. കർത്താവേ, പാവപ്പെട്ടവരിലും ദുഃഖിതരിലും അങ്ങയെ ദർശിക്കുവാനും ഇന്നു മുതൽ അവരുടെ ക്ലേശങ്ങൾ കഴിവിനനുസരിച്ച് ലഘൂകരിക്കുവാനുമുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിലും പതിപ്പിച്ചുറപ്പിക്കണമേ. കുരിശിൻ്റെ വഴിയിലെ 6-ാം സ്ഥലം, വെറോനിക്ക എന്ന സ്ത്രീയുടെ ഒരു യേശുവാനുഭവമാണ്. ജെറൂസലം നഗരിയിലേക്ക് ഈശോ കടന്നു വരുന്നു. സഹതാപം മുറ്റിയ വെറോനിക്ക ഈശോയെ ആശ്വസിപ്പിക്കാൻ വിധം ഒരു തുവാലയുമായി അടുത്തു വരുന്നു. നീട്ടിയ സഹതാപം.
ഈശോ അത് വാങ്ങി തുടച്ച് തിരിച്ചു കൊടുത്തത് തന്നെയായിരുന്നു. തൻ്റെ മുഖം, തൻ്റെ വ്യക്തിത്വം. സഹനമില്ലാതെ നന്മയില്ലെന്ന്, ത്യാഗമില്ലാതെ സ്നേഹമില്ലെന്ന്, മരണമില്ലാതെ ജീവനില്ലെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു വെറോനിക്ക. മുൾമുനകൾ നിന്റെ വദനമാകെ തിരുരക്തച്ചാലുകൾ തീർത്തു. വാടിത്തളർന്ന നിൻ ദിവ്യാനനം വെറോനിക്കാവൊപ്പിയലിവാ. മേലെ അരുണോദയം പോൽ ഒരു നാൾ തിളങ്ങിയ വദനം, ചെഞ്ചോരയിൽ അന്ന് നനയവേ ഒരു വെൺതൂവാലയിൽ അവൾ കേകി. മുൾമുനകൾ നിന്റെ വദനമാകി ചാലുകൾ തീർത്തു. ആടിത്തളർന്ന നിൻ ദിവ്യാനനം വെറോനിക്കാവൊപ്പിയലിവാ. ആറാം സ്ഥലം വെറോനിക്ക മിശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വേണ്ടി രക്ഷിച്ചു. കരുണാനിധിയായ ദിവ്യനാഥ, അങ്ങയെ ആശ്വസിപ്പിക്കുവാനായി എത്തിയ വെറോനിക്ക ഭാഗ്യവതിയാണല്ലോ. അങ്ങയുടെ തിരുമുഖം തുടച്ച അവളുടെ തൂവാലയിൽ അത്ഭുതകരമായ അങ്ങേ തിരുമുഖത്തിൻ്റെ ഛായ പതിക്കുവാൻ തിരുമനസ്സായ അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിലും അങ്ങയുടെ പീഡാനുഭവത്തിൻ്റെ മുദ്ര പതിപ്പിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിലും പതിപ്പിച്ചുറപ്പിക്കണമേ. ഏഴാം സ്ഥലം ഈശോ രണ്ടാം തവണ വീഴുന്ന ഇടത്തിലാണ് നമ്മൾ നിൽക്കുക. ഓരോ വീഴ്ചയും ദൈവം വീണത് മനുഷ്യനെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾക്ക് മനസ്സിലാകുക ഈശോയുടെ മൊഴിയിൽ നിന്ന് തന്നെയാണ്. ഗോതമ്പ് മണി നിലത്ത് വീഴുന്നില്ലെങ്കിൽ അത് ഫലം പുറപ്പെടുവിക്കത്തില്ല. ദൈവം ഈ ഭൂമിയിലേക്ക് വീഴ്ത്തിയ ഗോതമ്പ് മണിയാണ് ക്രിസ്തു. ഒന്നാമത്തെ വീഴ്ചയിൽ അവൻ മണ്ണിൻ്റെ അടരിൽ വീണ് പൊട്ടുകയാണ്. ഇവിടെ ഇതാ രണ്ടാമത്തെ വീഴ്ചയിൽ ഈ ഗോതമ്പ് മണി ശേഖരിക്കപ്പെടുകയും അത് കല്ലിൽ വീണ് പൊട്ടുകയുമാണ് ചെയ്യുക. മൂന്നാമത്തെ വീഴ്ചയിൽ പൊടിഞ്ഞ മാവിനെ കുഴയ്ക്കുകയും കുഴച്ച മാവിനെ കല്ലിൽ വീണ് അപ്പമായി ചുട്ടെടുക്കുകയുമാണ് ചെയ്യുന്നത്. ചുരുക്കത്തിൽ വീഴ്ചകൾ ഓരോന്നും അപ്പമായി മാറുന്ന പ്രക്രിയയിലെ പടവുകളാണ്. ആദ്യം ദൈവം ഈ ഭൂമിക്ക് മന്ന നൽകി. മന്ന സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്കാണ് വീണത്. പക്ഷേ അവർ സംതൃപ്തരായില്ല. വീണ്ടും ദൈവം തൻ്റെ പുത്രനെ തന്നെ ഈ ഭൂമിയിലേക്ക് വീഴ്ത്തുകയായിരുന്നു അപ്പമായിട്ട്. അങ്ങനെ കുരിശിൻ്റെ വഴിയിലെ വീഴ്ചകൾ ഓരോന്നും മനുഷ്യരുടെ പശിയടക്കുവാനായിട്ട് ദൈവം അപ്പമായിട്ട് വീഴുകയായിരുന്നു. ആ പ്രക്രിയയാണ് നമ്മൾ ഈ രണ്ടാം വീഴ്ചയിൽ ധ്യാനിക്കുക. വെയിലേറ്റു നിന്മേനി പൊള്ളിയിടവേ ക്രൂരമാം പീഡയുമേറി കൈകാൽ കുഴഞ്ഞു പോയാ വേളയിൽ പതറി വീണല്ലോ നീ വീണ്ടും.
ഞങ്ങളല്ല, തിന്മയല്ലോ ചെയ്തു ഞങ്ങൾ. ഇടറി വീഴുന്നിവർ പാപത്തിലെന്നും വീഴ്ത്തുന്നു നിന്നെയും വീണ്ടും. വെയിലേറ്റു നിന്നേനി കൊള്ളിയിടവേ, ക്രൂരമാം പീഡയുമേറി. കൈകാൽ കുഴഞ്ഞു പോയ വേളയിൽ ആദരി വീണല്ലോ നീ വീണ്ടും. ഏഴാം സ്ഥലം ഈശോ മിശിഹ രണ്ടാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വേണ്ടി രക്ഷിച്ചു. മനുഷ്യരുടെ പാപഭാരം മുഴുവൻ ചുമന്ന ദിവ്യരക്ഷക, ബലഹീനനായി രണ്ടാം വട്ടവും അങ്ങ് നിലത്ത് വീഴുവാനിടയായത് ഞാൻ വീണ്ടും വീണ്ടും ചെയ്ത പാപം കാരണമാണല്ലോ. അവിടുന്ന് രണ്ടാം പ്രാവശ്യവും കുരിശുമായി നിലത്ത് വീണതിൻ്റെ യോഗ്യതകളെക്കുറിച്ച്, ഞങ്ങളുടെ പാപങ്ങൾ, വിശിഷ്യ സംസാരത്താൽ ഞങ്ങൾ ചെയ്തിട്ടുള്ള പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിലും പതിപ്പിച്ചുറപ്പിക്കണമേ. കുരിശിൻ്റെ വഴിയിലെ 8ാം സ്ഥാനത്ത് കർത്താവ് ഓശ്രംസികളെ ആശ്വസിപ്പിക്കുകയാണ്. ഈ അടുത്ത് കണ്ട ഒരു പത്രവാർത്ത, മക്കൾ കൈവിട്ടു, ഉറുമ്പരിച്ച ഒരമ്മ, 5 മക്കളുള്ള ഒരമ്മ ഇന്ന് ഒരു ചെറ്റക്കുടലിൽ ഉറുമ്പരിച്ച ശരീരവുമായി കിടക്കുന്നു. 26 സെൻറ്റ് സ്ഥലം 5 മക്കളും കൂടി വീതിച്ചെടുത്തു. ഇത് ദൈവത്തിൻ്റെ നാടാണ്. ഈ ദൈവത്തിൻ്റെ നാട്ടിൽ വൃദ്ധസദനങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. മക്കൾ വിദേശത്തും സ്വദേശത്തും ജീവിക്കുന്നു. തോന്നുമ്പോൾ വന്ന് സമ്മാനങ്ങൾ നൽകി കടന്നു പോകുന്നു. ഒരു ആചാരമായി. മൂശയോട് ഈ ദൈവം കൽപ്പിച്ചു, നിനക്ക് ദീർഘനാൾ ജീവിക്കണമെങ്കിൽ നീ നിൻ്റെ മാതാപിതാക്കളെ ബഹുമാനിക്കുക. ഓർക്കുക, ഈ മരത്തണൽ അത് മരത്തിനുള്ളതല്ല, മനുഷ്യർക്കുള്ളതാണ്. ഈ സൂര്യൻ്റെ പ്രഭ അത് സൂര്യനുള്ളതല്ല, മനുഷ്യർക്കുള്ളതാണ്. ഈ പ്രകൃതി മുഴുവൻ മനുഷ്യനുണ്ട് എങ്കിൽ അതിൻ്റെ നന്മകൾ ആസ്വദിക്കുന്ന മനുഷ്യൻ, അവന് ജന്മം നൽകിയ, അവന് നന്മ നൽകിയ മാതാപിതാക്കളെ ബഹുമാനിക്കാതെ വരുമ്പോൾ, നന്മ ചെയ്തവനെ കല്ലെറിയുമ്പോൾ കർത്താവ് പറയുന്നു, നിങ്ങൾ എന്നെ നോക്കി കരയാതെ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കരയുക. ഓരോ തുള്ളി കണ്ണുനീരും അത് വീഴട്ടെ, അത് വൃഥാവിലാകുകയില്ല. മനുഷ്യ കണ്ണുനീരിന് അത്രയേറെ വിലയുള്ളതാണ്. യേശുവിൻ്റെ ഈ പീഡാസഹനത്തിൽ പങ്കുചേരുന്ന നമ്മൾ ആ നന്മ ആസ്വദിച്ച് നമ്മുടെ ജീവിതം മറ്റുള്ളവന് പരോപകാരം ചെയ്യുന്ന ജീവിതമാക്കി മാറ്റുവാൻ, പൗലോസ് പറയുന്ന പോലെ കരയുന്നവനോടൊപ്പം കരയുവാനും ചിരിക്കുന്നവനോടൊപ്പം ചിരിക്കുവാനുള്ള ഒരു മാനസിക അവസ്ഥ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുകമ്പയാലന്നു കേണുവന്ന ഓർശലേം സ്ത്രീകളോടരുളി, കരയുവിൻ നിങ്ങൾക്കും തനയർക്കുമായി കേഴേണ്ട എന്നെയോർത്തിന്ന്. മലയെ മൂടുവിൻ ഇവരെ കേഴും നിങ്ങൾ ഏവമൊരു നാൾ. വൻക്ലേശകാലങ്ങൾ കടന്നു വരുമ്പോൾ
രക്ഷിതാ നൽകൂ നിന്നഭയം. അനുകമ്പയാലന്നു കേളുവന്ന ഓർശലേം സ്ത്രീകളോടരുളി, കരയുവിൻ നിങ്ങൾക്കും തനയർക്കുമായി കേഴേണ്ട എന്നെയോർത്തിന്ന്. എട്ടാം സ്ഥലം, ഈശോ മിശിഹ ജെറുസലേം നഗരിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വേണ്ടി രക്ഷിച്ചു. കരയുന്നവരുടെ സങ്കേതവും ദുഃഖിതരുടെ ആശ്വാസവുമായ മിശിഹായെ, കുരിശ് ചുമക്കുന്നവനായി അങ്ങയെ കണ്ട് വിലപിച്ച ജെറുസലേം നഗരിയിലെ ഭക്തസ്ത്രീകളെ അങ്ങ് കാരുണ്യപൂർവ്വം ആശ്വസിപ്പിച്ചുവല്ലോ. നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് നിങ്ങൾ കരയുവിൻ എന്ന് അവരോട് അരുളിച്ചെയ്ത കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ഓർത്ത് മനസ്തപിക്കുവാനുള്ള വരം ഞങ്ങൾക്ക് നൽകണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിലും പതിപ്പിച്ചുറപ്പിക്കണമേ. കുരിശിൻ്റെ വഴിയിലെ 9-ാം സ്ഥലം, ഈശോ 3-ാം പ്രാവശ്യം വീഴുന്നു. അന്ധന് കാഴ്ച കൊടുത്തവൻ, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയവൻ, വീണുപോയവരെ കൈപിടിച്ചുയർത്തിയവൻ, മരിച്ചവരെ വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നവൻ. ഈശോ വീണ്ടും ഇതാ വീഴുന്നു. ഈശോ വീണു തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി, തെറ്റിലകപ്പെട്ട മനുഷ്യരെ രക്ഷിക്കുവാൻ വേണ്ടി. നമ്മളും പലപ്പോഴും വീണു പോകുന്നവരാ. പ്രലോഭനങ്ങളുടെ നടുവിൽ, നിരാശയുടെ നടുവിൽ, തെറ്റുകളുടെ നടുവിൽ നമ്മൾ വീണു പോകുന്നു. വേദനകളില്ലാത്ത, ദുഃഖമില്ലാത്ത, സന്തോഷം മാത്രമുള്ള ജീവിതമാണ് നമ്മളെല്ലാവരും സ്വപ്നം കാണുന്നത്. നമുക്ക് വീഴാം, തെറ്റിൽ വീഴാതിരിക്കാൻ വേണ്ടി, തെറ്റിലകപ്പെട്ട മനുഷ്യരെ മോചിപ്പിക്കുവാൻ വേണ്ടി. ജീവിതത്തിൽ വേദനകൾ വരുമ്പോൾ, സഹനങ്ങൾ വരുമ്പോൾ തളരാതെ മുന്നേറാൻ ഈശോ നമ്മളെ ക്ഷണിക്കുന്നു. ഈശോ പറയുന്നു, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വന്തം കുരിശുമെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ. മുന്നോട്ടു നീങ്ങുവാൻ ബലമില്ലാതെ മൂന്നാമതും വീണുനാഥൻ, തിരുരക്തം വറ്റാറായി പൂമേനിയിൽ ഉലയുന്നു സന്ധിബന്ധങ്ങൾ. പോലെ എൻ മനമുരുകി മരുപോലെ നാവു വരണ്ടു, മരണത്തിൻ പൂഴിയിൽ എന്നെ വെടിഞ്ഞു മാമക സ്വർഗപിതാവേ. മുന്നോട്ടു നീങ്ങുവാൻ ബലമില്ലാതെ വീണുനാഥൻ, തിരുരക്തം വറ്റാറായി പൂവേനിയിൽ ഉലയുന്നു സന്ധിബന്ധങ്ങൾ. 9-ാം സ്ഥലം, ഈശോ മിശിഹ 3-ാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വേണ്ടി രക്ഷിച്ചു. പാപികളുടെ സങ്കേതമായ മിശിഹായെ, കുരിശിൻ്റെ ഭാരത്താലും ശരീരക്ഷീണത്താലും 3-ാം പ്രാവശ്യം നിലത്ത് വീണ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. പാപപരിഹാരാർത്ഥം അങ്ങ് സ്വയം അർപ്പിച്ച ബലിയുടെ പൂർത്തീകരണത്തിനായി അവിടുന്ന് വീണ്ടും എഴുന്നേൽക്കുകയും തുടർന്ന് കുരിശു ചുമക്കുകയും ചെയ്തുവല്ലോ. ജീവിത ക്ലേശങ്ങളാകുന്ന കുരിശുകളുടെ ഭാരത്താൽ വീണുപോകുന്ന ഞങ്ങളെ നിരാശയിൽ നിപതിക്കാൻ ഇടവരാതെ കാത്തുകൊള്ളണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ,
ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിലും പതിപ്പിച്ചുറപ്പിക്കണമേ. രക്തത്താൽ ഒട്ടിപ്പിടിച്ച ഈശോയുടെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്ന രംഗമാണ് 10-ാം സ്ഥലത്ത് നാം ധ്യാന വിഷയമാക്കുന്നത്. വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുക എന്നുള്ളത് ഏറ്റവും വലിയ അവഹേളനത്തിൻ്റെ അടയാളമാണ്. വസ്ത്രാക്ഷേപം നടത്തുക, നിന്ദിക്കുക, മറ്റുള്ളവരുടെ വ്യക്തിത്വത്തെ മാനിക്കാതെ സംസാരിക്കുക, ഇതെല്ലാം ധ്യാന വിഷയമാക്കേണ്ട സ്ഥലമാണ് 10-ാം സ്ഥലം. നമ്മൾ ഇന്ന് നമ്മളുടെ പാപഭാരങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നിന്നും മാറ്റുമ്പോൾ നമുക്ക് വേദനയുണ്ടാവാം. പാപത്തിൻ്റെ കെട്ടുപാടിലാണ് ഇന്ന് പലരും ജീവിക്കുന്നത്. അത് അവരെ സന്തോഷിപ്പിക്കുകയും സുഖിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ പാപത്തിൻ്റെ ഭാരം മാറ്റിക്കഴിയുന്നത് വേദനാജനകമാണെങ്കിലും അത് വിട്ടുപേക്ഷിക്കുമ്പോൾ ആ പാപഭാരം വഹിക്കുന്ന വസ്ത്രങ്ങളെല്ലാം ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ ധരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം സ്വതന്ത്രരായിത്തീരുന്നത്. ഗോൽഗോഥാമലയുടെ മുകളിലെത്തി ഗുരുവിൻ്റെ അന്തിമയാത്ര. മേനിയിൽ രക്തത്താൽ പതിഞ്ഞു ചേർന്ന വസ്ത്രങ്ങളാകെ ഉരിഞ്ഞു. എന്നുടെ വസ്ത്രം പങ്കിട്ടെടുത്തു, എന്നങ്കിക്കായി ചിട്ടിയിട്ടു. പൊയ്മുഖങ്ങൾ തിങ്ങും ലോകത്തെ നേടാൻ നീ നഗ്നനായെന്നു നിന്നു. ഗോൽഗോഥാമലയുടെ മുകളിലെത്തി ഗുരുവിൻ്റെ അന്തിമയാത്ര. മേനിയിൽ രക്തത്താൽ പതിഞ്ഞു ചേർന്ന വസ്ത്രങ്ങളാകെ ഉരിഞ്ഞു. പത്താം സ്ഥലം ഈശോമിശിഹായുടെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെടുന്നു. ഈശോമിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വേണ്ടി രക്ഷിച്ചു. ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി തീർന്ന മിശിഹായെ, ഗാഗുൽത്ത മലയിൽ വെച്ച് ക്രൂരസേവകന്മാർ അങ്ങയുടെ തിരുവസ്ത്രങ്ങൾ ബലമായി ഉരിഞ്ഞെടുത്തുവല്ലോ. അവയ്ക്ക് കാരണമായി ഞങ്ങളുടെ പാപങ്ങളെ ഓർത്ത് ഞങ്ങൾ മനസ്തപിക്കുന്നു. അടക്കത്തിന് യോജിക്കാത്ത വസ്ത്രധാരണത്താലും ഭക്ഷണപാനീയങ്ങളിലെ ക്രമരഹിതമായ ആസക്തിയാലും മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്ന നിരവധിയായ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിലും പതിപ്പിച്ചുറപ്പിക്കണമേ. 11-ാം സ്ഥലം ഈശോമിശിഹ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. ലോകം ചെയ്ത ഏറ്റവും വലിയ പാപവും ലോകത്തിൻ്റെ കണ്ണുകൊണ്ടുപോലും നോക്കിക്കാണുവാൻ സാധിക്കാത്ത വണ്ണമുള്ള ക്രൂരതയും ഈശോയെ കുരിശിൽ തറയ്ക്കുന്നത് വഴിയായി സംഭവിച്ചു. സത്യം പ്രഘോഷിച്ച അവിടുത്തെ അതിരങ്ങൾ നിശബ്ദമാക്കപ്പെടുന്നു. നീതിക്ക് വേണ്ടി ഉയർന്ന കരങ്ങൾ ആണികളാൽ തറയ്ക്കപ്പെടുന്നു. നന്മ ചെയ്ത് കടന്നുപോയ പാദങ്ങൾ ബന്ധിതമാക്കപ്പെടുന്നു. ഈശോയുടെ ശരീരം അവർക്ക് കുരിശിൽ തറയ്ക്കുവാൻ സാധിച്ചു, പക്ഷേ ആത്മാവിനെ തറയ്ക്കുവാൻ സാധിച്ചില്ല. മറ്റുള്ളവരെ കുരിശിലേറ്റി രക്ഷ നേടുവാനല്ല കർത്താവ് കടന്നു വന്നത്. സ്വയം കുരിശിലേറിയ കർത്താവ് ലോകത്തിൽ രക്ഷ കൊണ്ടുവരികയാണ്. നമ്മുടെ ജീവിതത്തിലെ കുരിശുകളെ സന്തോഷത്തോടെ നമുക്ക് ഏറ്റെടുക്കാം. സ്വയം ക്രൂശിതരാകുമ്പോൾ നിരാശരാകാതെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് മുന്നേറാം. രക്ഷിക്കാൻ നീട്ടിയ പാണികളിൽ ഇരുമ്പാണികൾ താഴ്ന്നിറങ്ങി. സുവിശേഷം ഘോഷിക്കാൻ
ഘോഷിച്ചു നടന്ന ദിവ്യ പാദങ്ങൾ കുരിശിൽ തറച്ചു. പാപത്തിൽ നിന്നുമുയർക്കാം നിൻ ദിവ്യവചനത്തിൻ വേല പിന്തുടരാൻ കൈകാലുകൾ ഇവരേകാം. രക്ഷിക്കാൻ നീട്ടിയ പാണികളിൽ ഇരുമ്പാണികൾ താഴ്ന്നിറങ്ങി സുവിശേഷം ഘോഷിച്ചു നടന്ന ദിവ്യ പാദങ്ങൾ കുരിശിൽ തറച്ചു. പതിനൊന്നാം സ്ഥലം ഈശോമിശിഹ കുരിശുമേൽ തറയ്ക്കപ്പെടുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വേണ്ടി രക്ഷിച്ചു. സ്നേഹനിധിയായ ഈശോയെ, നന്മ ചെയ്തുകൊണ്ട് ചുറ്റു നടന്ന അങ്ങയുടെ തൃപ്പാദങ്ങളും ആശീർവദിക്കുവാൻ ഉയർത്തിയ അങ്ങയുടെ തൃക്കരങ്ങളും ക്രൂരന്മാരായ പടയാളികൾ ഇരുമ്പാണിയാൽ കുരിശുമേൽ തറച്ചുവല്ലോ. സന്തോഷപൂർവം അങ്ങ് സഹിച്ച കഠോരമായ ആ വേദനകൾക്ക് ഞങ്ങൾ ചെയ്ത പാപങ്ങളാണല്ലോ കാരണം. ഞങ്ങൾ ചെയ്യുന്ന ഓരോ പാപം അങ്ങയുടെ തിരുശരീരത്തിൽ അടിച്ചു കയറ്റുന്ന ആണികളാണെന്നും ഹൃദയത്തിൽ ഏൽപ്പിക്കുന്ന മുറിവുകളാണെന്നുമുള്ള അവബോധം ഞങ്ങളിൽ വളർത്തുവാനും മേലിൽ പാപം ചെയ്യാതെ ജീവിക്കുവാനുമുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിലും പതിപ്പിച്ചുറപ്പിക്കണമേ. കുരിശിൻ്റെ വഴിയിലെ 12-ാം സ്ഥലം. ഈശോ കുരിശിൽ തൂങ്ങി മരിക്കുന്നു. നട്ടുച്ച വെയിലത്ത് 2 കള്ളന്മാരുടെ നടുവിൽ ഈശോ മരിക്കുന്നു. ത്യാഗത്തിൻ്റെ സമ്പൂർണതയാണ് മരണം. ശതാധിപൻ വിളിച്ചു പറഞ്ഞു, ഈ മനുഷ്യൻ സത്യമായും ദൈവപുത്രനായിരുന്നു എന്ന്. അതെ, മരണത്തിലാണ് ഈശോ തൻ്റെ ദൈവത്വം വെളിപ്പെടുത്തിയത്. ഈശോയുടെ മരണം അനേകർക്ക് ജീവൻ നൽകാൻ വേണ്ടിയായിരുന്നു. ആത്മത്യാഗത്തിൻ്റെ സമ്പൂർണതയുണ്ടായിരുന്നു ഈശോയുടെ മരണത്തിൽ. ഈശോയുടെ മരണം നമ്മെ തിന്മയേക്കാൾ നന്മയെ സ്വീകരിക്കാൻ, പാപത്തേക്കാൾ പുണ്യത്തെ ആശ്ലേഷിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. പരമോന്നതൻ തീർത്തും പരിത്യക്തനായി മരണം വരിക്കുന്നു ക്രൂശിൽ. അത്താഴമേശയിൽ നടന്ന ബലി കാൽവരിയിൽ പൂർത്തിയായി. പിതാവേ, നിൻ കരതാരിൽ ഏകുന്നു എന്നുടെ ആത്മം. സർവം നീ നേദിച്ച ആ പുണ്യ നിമിഷം മാലോകരക്ഷതൻ തരുണം. പരമോന്നതൻ തീർത്തും പരിത്യക്തനായി മരണം
12-ാം സ്ഥലം ഈശോ മിശിഹ കുരിശുമേൽ തൂങ്ങി മരിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വേണ്ടി രക്ഷിച്ചു. ഞങ്ങൾക്ക് വേണ്ടി കുരിശുമേൽ തൂങ്ങി മരിച്ച ദിവ്യരക്ഷക 3 മണിക്കൂർ നേരം കുരിശിൽ കിടന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് സഹിച്ച അവർണ്ണനീയമായ പീഡകളെ ഓർത്ത് അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കൾക്ക് വേണ്ടി സ്വർഗീയ പിതാവിനോട് പ്രാർത്ഥിക്കുകയും അവിടുത്തെ തൃക്കരങ്ങളിൽ ആത്മാവിനെ സമർപ്പിക്കുകയും ചെയ്ത അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിലും പതിപ്പിച്ചുറപ്പിക്കണമേ. 13-ാം സ്ഥലം ഈശോയുടെ ചേതനയറ്റ ശരീരം വഹിക്കുന്ന മറിയത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുക. കുരിശിൻ്റെ വഴിയിലുടനീളം സ്ത്രീകൾ നമ്മളെ കാണുന്നുണ്ട്. ഈശോയെ ആശ്വസിപ്പിക്കുകയും ഈശോയുടെ മുഖമൊപ്പിയെടുക്കുകയും ഈശോയുടെ കൂടെ നിൽക്കുകയും ചെയ്യുന്ന സ്ത്രീജനങ്ങളെ. എന്നാൽ ശിഷ്യന്മാരെ ആരും തന്നെ നമ്മൾ കാണുന്നതേയില്ല. അവരെല്ലാം ഓടി ഒളിച്ചു. സ്നേഹത്തിൽ നിന്നുരുവായ വിശ്വാസത്തിന് ഒരിക്കലും ദൈവത്തെ തള്ളിപ്പറയാനാവില്ല, ഉപേക്ഷിക്കാനാവില്ല, ഒറ്റുകൊടുക്കാനാവില്ല. പിന്നെയോ അതെപ്പോഴും കൂടെ ഉണ്ടാവും, കൂടെ നിൽക്കും. പക്ഷേ ശിഷ്യന്മാരുടേത് സ്നേഹത്തിൽ നിന്നുരുവായ വിശ്വാസമല്ല. അവർ ആദ്യം ഈശോയിൽ വിശ്വസിച്ചു, പിന്നെ ഈശോയെ സ്നേഹിച്ചു. അതുകൊണ്ട് തന്നെ അവരുടെ വിശ്വാസത്തിൽ നിന്നായിരുന്നു അവരുടെ സ്നേഹം ഉണ്ടായത്. ആ സ്നേഹം അവർ ദൈവത്തെ തള്ളിപ്പറഞ്ഞു. ആ സ്നേഹത്തിൽ അവർ ദൈവത്തെ ഉപേക്ഷിച്ചു, ഓടിയൊളിച്ചു, ഒറ്റുകൊടുത്തു. ഇതാണ് മറിയവും ശിഷ്യന്മാരും തമ്മിലുള്ള വ്യത്യാസം. 13-ാം സ്ഥലത്തിൽ ഈശോയുടെ ചേതനേറ്റ ശരീരവുമായിട്ട് നിൽക്കുന്ന മറിയത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്കും ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കുവാനുമുള്ളത് ഇത് മാത്രമാണ്: സ്നേഹത്തിൽ നിന്ന് ഉരുവായ വിശ്വാസം ഉണ്ടാവണമേ. വത്സലസൂനുവിൻ ദിവ്യമേനി മാതാവിൻ മടിയിൽ കിടത്തി, പുൽക്കൂടു തൊട്ടുള്ള ഓർമ്മകളാൽ വ്യാകുലമായി മാതൃഹൃദയം. സമ്മാനമായി പ്രിയമുള്ളോരമ്മയെ നൽകി, നിന്നമ്മയെ സേവിച്ചാദരിച്ചിടാം മാതാപിതാക്കളിൽ മോദാൽ. വത്സലസൂനുവിൻ ദിവ്യമേനി മാതാവിൻ മടിയിൽ കിടത്തി, പുൽക്കൂടു തൊട്ടുള്ള ഓർമ്മകളാൽ വ്യാകുലമായി മാതൃഹൃദയം. 13-ാം സ്ഥലം മിശിഹായുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വേണ്ടി രക്ഷിച്ചു. ഏറ്റവും വ്യാകുലയായ മാതാവേ, അങ്ങേ വത്സലപുത്രൻ്റെ മൃതശരീരം മടിയിൽ കിടത്തിയപ്പോൾ അങ്ങയുടെ ഹൃദയം വ്യാകുലവാളാൽ പിളർന്നു പോയല്ലോ. മനുഷ്യ രക്ഷാകർമ്മത്തിൽ തൻ്റെ തിരുക്കുമാരനോട് സജീവമായി സഹകരിച്ച മാതാവേ, അനുദിന ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന മാനസികവും ശാരീരികവുമായ പീഡകളെ ദൈവ തിരുമനസ്സിന് അനുയോജ്യമാമിതം സഹിച്ചുകൊണ്ട് എല്ലായിടത്തും അങ്ങേ തിരുക്കുമാരന് സാക്ഷ്യം വഹിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചു നൽകണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിലും പതിപ്പിച്ചുറപ്പിക്കണമേ.
കുരിശിൻ്റെ വഴിയിലെ 14-ാമത്തതും അവസാനത്തതുമായിട്ടുള്ള സ്ഥലമാണ് ഈശോയെ കല്ലറയിൽ സംസ്കരിക്കുന്ന ആ രംഗം. കാൽവരിയിൽ കുരിശിൽ തൻ്റെ ജീവൻ അർപ്പിച്ച ഈശോയുടെ മൃതദേഹം അനുയായികൾ കല്ലറയിൽ സംസ്കരിച്ചു. കല്ലറ മരണത്തിൻ്റെ പ്രതീകമായി നമുക്ക് കാണാനായിട്ടാവില്ല. ഈശോയുടെ കാര്യത്തിൽ അത് ഉത്ഥാനത്തിൻ്റെ സ്ഥലമായി തീർന്നിരിക്കുകയാണ്. മരണം അതിൻ്റെ കൊയ്ത്ത് നടത്തുന്നു, എക്കാലവും അങ്ങനെയായിരുന്നു എന്ന് നാം പറഞ്ഞേക്കാം. പക്ഷേ ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം മരണം എല്ലാറ്റിൻ്റെയും അന്ത്യമല്ല എന്ന് ഈശോയുടെ ഉയിർപ്പ് വ്യക്തമാക്കുന്നു. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം എന്ന് പൗലോസ് പറയണമെങ്കിൽ അദ്ദേഹത്തിന് എത്ര ആഴമായിട്ടുള്ള ബോധ്യം ഉത്ഥാനത്തെക്കുറിച്ച് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മളുടെ വിശ്വാസ ജീവിതത്തിൽ ഉത്ഥാനമെന്ന് പറയുന്നത് ഒരു പുതുവർഷ ആഘോഷം പോലെയാണ്. ഉത്ഥാനത്തിൽ വിശ്വസിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം നിശ്ചയമായിട്ടും സന്തോഷിക്കുവാനായിട്ടാണ് കാരണങ്ങളുള്ളത്, ദുഃഖിക്കുവാനായിട്ടല്ല. അതുകൊണ്ട് ഈ കുരിശിൻ്റെ വഴിയുടെ സമാപനത്തിൽ ആത്മാവിൽ ജ്വലിക്കുന്നവരായി, തികഞ്ഞ പ്രതീക്ഷയുള്ളവരായി നമുക്ക് കഴിയാം. ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിൻ്റേതായിട്ടുള്ള സന്തോഷം നാം എല്ലാവരുടെയും ഹൃദയങ്ങളെ ഭരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നവമാകും കല്ലറയിൽ ഭക്ത്യാദരാൽ ദിവ്യദേഹം സംസ്കരിച്ചു. പാപശാപം പേറും ഈ മണ്ണിനെ മണ്ണോളം താണു രക്ഷിച്ചു. സംസ്കരിച്ചു. പാപശാപം പേറും ഈ മണ്ണിനെ മണ്ണോളം താണു രക്ഷിച്ചു. 14-ാം സ്ഥലം മിശിഹായുടെ തിരുശരീരം കല്ലറയിൽ സംസ്കരിക്കപ്പെടുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വേണ്ടി രക്ഷിച്ചു. മരണം വഴി മരണത്തെ ജയിച്ചടക്കിയ ലോകരക്ഷക, അനന്തമായ പീഡകൾ സഹിച്ചുകൊണ്ട് മനുഷ്യരക്ഷാകർമ്മം പൂർത്തിയാക്കിയ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയോടുകൂടെ മരിക്കുന്നവർ അങ്ങയോടുകൂടെ ജീവിക്കുമെന്ന് വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് അങ്ങയുടെ പീഡാനുഭവത്തെ ഓർത്ത് ധ്യാനിച്ചുകൊണ്ട് പാപത്തിന് മരിച്ചവരായി ജീവിക്കുവാനും ഭാഗ്യമരണം പ്രാപിച്ച് നിത്യാനന്ദം അനുഭവിക്കുവാനുള്ള അനുഗ്രഹം നൽകുകയും ചെയ്യണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിലും പതിപ്പിച്ചുറപ്പിക്കണമേ.
താതനോടീ ജനത്തെ രമ്യതയിൽ കോർത്തിണക്കാൻ ബലിയായ നാഥ നിൻ മുറിപ്പാടുകൾ അനുതാപമോടെ മുത്തിടാം. തോൽപ്പിക്കും മരണത്തെ ജീവൻ ജയിക്കും. പ്രത്യാശയോടിവർ മരണം വരിക്കാൻ ശൂന്യം നിൻ കല്ലറ ധൈര്യം. സ്വർഗീയ താതനോടീ ജനത്തെ രമ്യതയിൽ കോർത്തിണക്കാൻ ബലിയായ നാഥ നിൻ മുറിപ്പാടുകൾ അനുതാപമോടെ മുത്തിടാം. സമാപന പ്രാർത്ഥന. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ തിരുക്കുമാരൻ്റെ പീഡാനുഭവവും കുരിശുമരണവും ഉദ്ധാനവും വഴി മനുഷ്യവർഗത്തെ അങ്ങ് വീണ്ടും സ്വർഗത്തിന് അർഹമാക്കിയതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. തൻ്റെ ഏകജാതനം ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും കുരിശുമരണത്താൽ ഞങ്ങളെ രക്ഷിച്ച പുത്രന് ആരാധനയും പരിത്രാണകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.